കാരണം ഏകദേശം 10-11 ദിവസമായി മദീന പള്ളിയോട് ചേർന്ന ആയിഷ ബീവിയുടെ വീട്ടിൽ ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ രോഗിയായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗിയായി കിടക്കുന്നു. അത് തുടങ്ങിയതാവട്ടെ റബീഉൽ അവ്വലിന്റെ തൊട്ടു മുൻപുള്ള സഫർ 29-നും. അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗിയായി വീട്ടിൽ കിടപ്പിലായി എന്നറിഞ്ഞ അന്നു മുതൽ സഹാബത്തിന്റെ മുഖത്തൊരു സന്തോഷമില്ല. പലരുടെ മുഖത്തും കണ്ണുനീരും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നു. ഇടക്കിടക്കവർ പ്രവാചകന്റെ വീട്ടിന്റെ ചുറ്റുഭാഗത്തേക്ക് വരും, അവര് വീട്ടിലേക്ക് മടങ്ങിപ്പോകും, വീണ്ടും തിരിച്ചു വരും, പുറമെ നിന്നുറക്ക സലാം പറയും. ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന വേജാറോടുകൂടി സലാം പറയും. സലാം നേർത്ത ശബ്ദത്തിൽ മടക്കല് കിട്ടും, അവര് വീട്ടിലേക്ക് മടങ്ങും. ഓരോ സഹാബത്തിന്റെ പ്രവൃത്തിയിലും അത് കാണാം. പല ആളുകളും സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. പല ആളുകളും മദീന പള്ളിയിൽ വന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ്. സുദീർഘമായി നമസ്കരിച്ചതിന് ശേഷം സഹാബാക്കളിൽ പലരും കണ്ണുനീരോടെ അള്ളാഹുവിന്റെ അരികിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഹബീബായ പ്രവാചകന്റെ രോഗം കൂടാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും തളർച്ച അനുഭവപ്പെട്ടു, കഠിനമായ ചൂട്. ആ രോഗത്തിന്റെ ആധിക്യം കാരണം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. സഹിക്കാനാവാത്ത സഹാബാക്കളിൽ പലരും മദീന പള്ളി വിട്ടു പോകുന്നില്ല. കാരണം ആ പള്ളിയോട് ചേർന്ന റൂമിലാ അള്ളാന്റെ റസൂല് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും സുദീർഘമായി ഖുർആൻ ഓതും, കഴിവിന്റെ പരമാവധി നമസ്കരിക്കും. ഓരോ നമസ്കാരത്തിന്റെ ശേഷവും കൈകൾ റബ്ബിന്റെ നേരെ ഉയർത്തി അവർ കരയും, നെഞ്ചു പൊട്ടുമാർ അവർ പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സൂക്കേടൊന്നു മാറാൻ, പ്രവാചകൻ ഇനിയും വർഷങ്ങളോളം ഞങ്ങളെ കൂട്ടത്തിലൊന്ന് ജീവിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലായിരുന്നു അന്നത്തെ റബീഉൽ അവ്വൽ 9. കാരണം അള്ളാഹുവിന്റെ തിരുദൂതന് ആ രോഗിയായി കിടക്കുന്ന മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപേ വിവരമറിഞ്ഞിട്ടുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചില അടയാളങ്ങൾ മരണത്തിന്റെ മുൻപേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തൊട്ടു മുൻപുള്ള റമദാനിൽ ഹിജ്റ 10ാമത്തെ വർഷമാ അള്ളാന്റെ പ്രവാചകൻ വഫാത്താവുന്നത്. ഹിജ്റ 9ാമത്തെ വർഷം ഹബീബായ തങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ. എല്ലാ റമദാനിലും അവസാനത്തെ 10-1 ജിബ്രീൽ ഇറങ്ങി വരും. എന്നിട്ട് റസൂലുള്ളാന്റെ അരികിൽ ചെന്നിരുന്ന് സലാം പറയും. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറയും, അള്ളാന്റെ റസൂലേ, അള്ള നിങ്ങൾക്ക് അവതരിപ്പിച്ച ഖുർആൻ ഒന്ന് ഓതിത്തരണം. 114 സൂറത്തുകളിലായി പരന്നു കിടക്കുന്ന ആയത്തുകൾ മുഴുവനും റസൂൽ ഓതിക്കൊടുക്കും. അത് കേൾക്കുമ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് സാക്ഷി പറയും, റബ്ബേ റെഡിയാ, റബ്ബേ നീ അവതരിപ്പിച്ചതൊക്കെ റെഡിയാ. പക്ഷേ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള റമദാനിൽ ആദ്യ തവണ ജിബ്രീൽ വന്നു, റസൂലുള്ളാഹിനെ കൊണ്ട് ഖുർആൻ ഓദിച്ചു, വീണ്ടും അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി. വീണ്ടും ജിബ്രീൽ രണ്ടാമതൊരു തവണ വന്നു. ഇനിയൊരു ഖുർആനിൽ മാറ്റം വരരുത്, ഹബീബായ തങ്ങൾക്ക് ഓതിക്കൊടുക്കപ്പെട്ട വചനമേയുള്ളൂ എന്നുറപ്പ് വരുത്താൻ വീണ്ടും രണ്ടാമത്തൊരു തവണ കൂടി ജിബ്രീൽ വന്നു. അള്ളാന്റെ റസൂലിനെ കൊണ്ട് ഖുർആൻ ഓദിച്ചു. ആ റമദാൻ അവസാനിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു, ഇനി ഒരു റമദാനിൽ ഞാൻ ഉണ്ടാവില്ല, ഇനി എന്നെ കൊണ്ട് ഓദിക്കാൻ അള്ളാഹ് ആളെ പറഞ്ഞയക്കില്ല. അതുകൊണ്ട് തന്നെ മരിക്കുന്ന റബീഉൽ അവ്വലിന്റെ തൊട്ടു മുൻപത്തെ കൊല്ലം റമദാനിൽ തന്നെ റസൂലുള്ളാഹിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ആ റമദാനിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് എന്ന സ്വഹാബിയെ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധനത്തിന്, ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്താൻ അയച്ചു. യമനിലേക്ക് പോകാനിറങ്ങുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുആദ്, താങ്കൾ യമനികളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കാരണം ഇനി അവരിലേക്കൊരു റസൂൽ വരാനില്ല. ഇനി അള്ളാന്റെ പ്രവാചകനായ ഹബീബായ റസൂലുള്ള യമനിലേക്കില്ല. അതുകൊണ്ട് മുആദ്, റസൂലുള്ള ഇല്ലാത്ത കുറവറിയിക്കാതെ
താങ്കൾ യമനുകാരോട് തൗഹീദ് പറയണം, അല്ലാഹു അല്ലാത്തൊരാളോടും പ്രാർത്ഥിക്കരുതെന്ന് പറയണം, അടിമകളായ ആളുകളോട് കാരുണ്യം കാണിക്കാൻ പറയണം, സ്ത്രീകളോട് നീതി കാണിക്കാൻ പറയണം, മക്കളെയും വൃദ്ധരെയും ഉപേക്ഷിക്കരുതെന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് മുആദ് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞ് യമനിലേക്ക് പോകാൻ വേണ്ടി ഒട്ടകപ്പുറത്ത് കയറി. അള്ളാഹുവിന്റെ റസൂലുള്ള വീണ്ടും ഒട്ടകത്തിന്റെ അരികിലേക്ക് ചെന്നു. മുആദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മുആദ്, ഇനി ഒരു പക്ഷേ നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല, നീ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മുആദ്, താങ്കൾ എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും തിരിച്ചു വരിക. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം, അല്ലാഹ് പല അടയാളങ്ങളിലൂടെയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രവാചകരെ താങ്കളുടെ സമയമാകാറായിട്ടുണ്ട് എന്ന്. അങ്ങനെ 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 ഹിജ്റ വർഷം 9 അവസാനത്തെ ദുൽഖഅദ് മാസത്തിലേക്ക് എത്തി. ദുൽഖഅദ് മാസത്തിന്റെ 25-നോ 29-നോ രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു. ഒരുപക്ഷെ ഇനി അടുത്ത വർഷം ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്ക് അവസരമുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂടെ ഹജ്ജിന് പോകാനുള്ളവർ തയ്യാറായി നിൽക്കണം. ഹബീബായ പ്രവാചകൻ ജീവിതത്തിൽ ആദ്യമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോ മുഴുവൻ സഹാബാക്കളും, ലക്ഷക്കണക്കിന് സഹാബാക്കൾ അള്ളാന്റെ റസൂലിന്റെ പിന്നാലെ കൂടി. പ്രവാചകൻ അന്ന് വരെ ഏത് യാത്രയിലും ഒരു ഭാര്യയെ കൂടെ കൂട്ടാറുള്ളൂ. പക്ഷേ ആ ഹജ്ജ് കർമ്മത്തിന് മുഴുവൻ ഭാര്യമാരെയും കൂടെ കൂട്ടി, മുഴുവൻ പേരെയും കൂട്ടി മദീന എന്ന പട്ടണത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്ക ലക്ഷ്യമാക്കി ആരംഭിച്ചു യാത്ര. ഇടക്കിടക്ക് നെഞ്ചുപൊട്ടി റസൂലുള്ള ഖുർആനോതും, കരയും, സഹാബാക്കളോട് നമസ്കാരത്തിൽ കുറവ് കാണിക്കരുതേ എന്ന് പറയും. ഓരോരുത്തരെ ഉപദേശിച്ചും പ്രാർത്ഥിച്ചും മക്കയിലേക്കെത്തും. കഅബാലയത്തിന്റെ അരികിൽ ചെല്ലും, കഅബയെ കണ്ടൊന്ന് സലാം പറയും, പള്ളിയിൽ കയറുമ്പോ പ്രാർത്ഥിക്കും. കൂടെ സഹാബത്തും പള്ളിയിൽ തവാഫ് ചെയ്യും. അങ്ങനെ തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഖാം ഇബ്രാഹിം നബിയുടെ ഭാഗത്തെത്തിയപ്പോ പെട്ടെന്ന് കണ്ണു നിറഞ്ഞ് സഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ ഖുദൂ അന്നി മനാസികകും ഫലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ. സഹാബത്തെ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി നിരീക്ഷിക്കണം, ഞാൻ എന്തൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് നോക്കി പഠിക്കണം, നിങ്ങൾ അത് തന്നെ ചെയ്യണം. ഫലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നിങ്ങളുടെ കൂടെ വന്ന് ഹജ്ജ് ചെയ്ത് കാണിച്ചു തരാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട തവാഫിന് ശേഷം അറഫ മൈതാനിയിലേക്ക് ചെന്നു. അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബത്തിനെ കണ്ട് അല്ലാഹുവിന്റെ റസൂലുള്ള അറഫ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. ഖുതുബത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇലെ തന്റെ അവസാനത്തെ പ്രസംഗം. ആ സഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള ഓരോന്നും എണ്ണി എണ്ണി ഓർമ്മപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുൻഗാമികൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. അവരുടെ അമ്പിയാക്കൾ മരിച്ചപ്പോ അവരാ ഖബർ കെട്ടിപ്പൊക്കി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ജൂതന്മാരെ പോലെ നസാറാക്കളെ പോലെ നിങ്ങളാവരുത് കേട്ടോ എന്നോർമ്മപ്പെടുത്തി. അൻസാറുകളെ സ്നേഹിക്കുന്നതിന്റെ ഗുണത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി. സ്ത്രീകളോട്, ഭാര്യമാരോട് നീതി കാണിക്കാൻ പറഞ്ഞു. ഭാര്യമാരുടെ കാര്യത്തിൽ അള്ളാനെ ഭയപ്പെടാൻ പറഞ്ഞു. അന്യായമായി ഒരു മുതലിന്റെ പിന്നാലെയും പോകരുതെന്ന് പറഞ്ഞു. അഥവാ മരിക്കാൻ കിടക്കുന്ന പ്രവാചകൻ എന്താണോ തന്റെ ജനതയോട് പറയാൻ ആശിച്ചത്, ഓരോന്നോരോന്നും അക്കങ്ങളിട്ട് അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയും. ആ അറഫ പ്രസംഗത്തിന് ശേഷം വീണ്ടും അദ്ദേഹം അഥവാ ദുൽഹിജ്ജ 10 പ്രവേശിക്കും. പെരുന്നാളിന്റെ പുലരി കൊണ്ടുവന്ന 100 മൃഗങ്ങളിൽ 63 എണ്ണത്തെ ഒരു നിപ്പിന് അള്ളാന്റെ റസൂല് അറുത്തു. കാരണം അള്ളാന്റെ റസൂലിന് വല്ലാത്തൊരു പൂതി. കൊണ്ടുവന്നതാകെ 100 മൃഗമാ. 100 എണ്ണത്തെയും ആ 100 എണ്ണത്തിൽ 63 എണ്ണവും അള്ളാന്റെ റസൂല് അറുത്തു. ബാക്കി ക്ഷീണം തോന്നിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബിനെ ഏൽപ്പിച്ചു. അതിനുശേഷം അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബാക്കളോട് ഒരു പെരുന്നാൾ പ്രസംഗം നടത്തി. ആ പെരുന്നാൾ പ്രസംഗത്തിൽ പ്രത്യേകം അള്ളാന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി കൊടുത്തു, സഹാബത്തെ, അള്ളാഹ് 4 മാസത്തെ പവിത്രമാക്കിയിട്ടുണ്ട്. 1 ദുൽഖഅദ്, 2 നമ്മളുടെ ഈ മാസം ദുൽഹിജ്ജ, അടുത്തത് മുഹറം, തൊട്ടടുത്ത് വരുന്ന മാസം, 4-ാമത്തേത് റജബ് മാസം. ഈ 4 മാസങ്ങൾ പവിത്രമാ.
അതുകൊണ്ട് ആ പവിത്ര മാസത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യരുത്, ഹനിക്കരുത്, തമ്മിൽ വാളെടുക്കരുത്, അവരെന്റെ മുതലിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഈ ചരിത്രത്തിൽ തന്നെയുണ്ട് ഇന്ന് കാണിക്കുന്ന വിവരക്കേടിനുള്ള മാതൃക. അള്ളാഹുവിന്റെ തിരുദൂതൻ പവിത്രമായി എണ്ണിയ മാസത്തിൽ റസൂലുള്ളാന്റെ ജന്മദിനമോ വഫാത്ത് ദിനമെന്ന് പറഞ്ഞും ആഘോഷിക്കുന്ന റബീഉൽ അവ്വൽ പെട്ടിട്ടില്ല. ആ പുണ്യമാസം അള്ളാഹുവിന്റെ തിരുദൂതന്റെ പുണ്യമാക്കപ്പെട്ട ജന്മം കൊണ്ടോ മരണം കൊണ്ടോ പുണ്യമായതുകൊണ്ട് അള്ളാഹുവും അതിനെ പുണ്യമാക്കി എന്നില്ല. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ നമ്മളെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലുള്ള വീണ്ടും മദീനയിലേക്ക് മടങ്ങി. മദീനയിലെത്തിയ റസൂലുള്ളാന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു സഹാബത്ത്. എന്തോ വല്ലാത്തൊരു സങ്കടം, അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് എന്തോ ഒരു സങ്കടം. ഇടക്കിടക്ക് റസൂലുള്ള മദീന പള്ളിയിൽ ചെന്ന് കണ്ണു നിറഞ്ഞു പ്രാർത്ഥിക്കും. ഇടക്കിടക്ക് പല സഹാബത്തിന്റെ കബറും പുറത്തു പോകും. മദീന പള്ളിയോട് ചേർത്തിട്ടുള്ള ബഖീഉൽ അർഖദ് റസൂലുള്ളാന്റെ സഹാബത്തിന്റെ കബറും പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സഹാബാക്കളോട് പ്രാർത്ഥിച്ചതല്ല, മരിച്ച സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും. അവസാനം ആ വർഷവും കഴിഞ്ഞു, ദുൽഹിജ്ജ ആ മാസവും കഴിഞ്ഞ് ഹിജ്റയുടെ 10ാമത്തെ വർഷം മരിക്കുന്ന കൊല്ലം അന്ന് മുഹറം കഴിഞ്ഞു. മുഹറത്തിന്റെ 9ന്റെ 10ന്റെ നോമ്പെടുത്തു. കൂടെ റസൂല് പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9ഉം ഞാൻ എടുക്കായിരുന്നു ട്ടോ. പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് റസൂല് നീണ്ടിട്ടില്ല. ആ മുഹറം കഴിഞ്ഞ് സഫറായി. സഫറിൽ റസൂലുള്ളാഹിക്ക് വല്ലാത്ത ചില ആദി, എന്തൊക്കെയോ ചില സ്വപ്നങ്ങൾ, പേടി. അല്ലാഹുവിന്റെ റസൂൽ ഓരോ ദിവസവും ഓരോ സഹാബത്തിന്റെ ഖബറിന്റെ അരികിൽ പോകും. ആ ദുൽഹിജ്ജ അഥവാ സഫർ മാസത്തിൽ അവസാനത്തോടടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉഹദിലേക്കും ചെല്ലും. ഇസ്ലാമിന് വേണ്ടി പ്രവാചകന്റെ പിന്നാലെ വാളെടുത്ത് രക്തം ചിന്തി മരണപ്പെട്ട ഷഹീദായ സഹാബത്തിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലും. ഒട്ടിയ വയറുമായി റസൂലുള്ളാന്റെ കൂടെ പടപൊരുതിയ പ്രവാചകന്റെ ഉഹദിലെ രക്തസാക്ഷികൾ, കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരെ എടുത്തു മറമാടിയ ഉഹദിലെ മണ്ണ്, സ്വന്തം എളാപ്പയെ കരൾ വളർന്ന് ചവച്ചു തുപ്പിയ മണ്ണ്, ഓരോ സഹാബത്തിന്റെ കൊടലുകളും പല്ലുകളും കുത്തിയടർത്തിയ മണ്ണ്, ആ മണ്ണിൽ ചെന്ന് ഉഹദിലെ കബറാളികൾക്ക് വേണ്ടി അള്ളാഹിനോട് സാക്ഷി നിന്ന് പ്രാർത്ഥിക്കും. അല്ലാഹുവേ ഇർഹം, അവർക്ക് നീ കാരുണ്യം ചെയ്യണം. അവരെന്റെ കൂടെ പുറപ്പെട്ടവരായിരുന്നു, ഇന്നവര് മണ്ണിനടിയില, ഞാൻ അവരിലേക്ക് മടങ്ങുകയാ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. സഫർ 29-ന് ഒരു സഹാബി പെട്ടെന്ന് മരണപ്പെട്ടു. ആ സഹാബിയുടെ മയ്യത്തുമായി ബഖീഉൽ അർഖദ് എന്ന ഖബർ പറമ്പിൽ ചെന്നു. ആ സുഹാബിയെ മറമാടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അവസാനം ഖബറിന്റെ പുറത്ത് ചെറിയൊരു ചുള്ളിക്കമ്പ് കൊണ്ട് കുത്താൻ തുടങ്ങി അള്ളാന്റെ ഹബീബായ പ്രവാചകൻ. സഹാബത്ത് അത്ഭുതപ്പെട്ടു. കാരണം അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ എന്ന് നമ്മൾ ചൊല്ലുന്നത് പോലെയുള്ള തസ്ബീത്ത് അള്ളാന്റെ റസൂല് ആ കാലഘട്ടത്തിൽ തസ്ബീത്ത് ചൊല്ലി എന്നേയുള്ളൂ, ഇന്നത്തെ ലഫ്ളല്ല. ആ തസ്ബീത്ത് ചൊല്ലിയാൽ പ്രവാചകൻ വേഗം മടങ്ങും. പക്ഷെ അന്ന് റസൂല് മടങ്ങുന്നില്ല. ഒരു കൊള്ളി കഷണം കൊണ്ട് ഖബറിന്റെ പുറത്തിങ്ങനെ കുത്താൻ തുടങ്ങി. കുത്തുന്ന റസൂലിന്റെ കൈക്ക് വേഗത കൂടി. സഹാബത്ത് അമ്പരന്ന് നിൽക്കുമ്പോ അവസാനത്തെ അതിന്റെ അറ്റവും മണ്ണിൽ പൊടിഞ്ഞു വീണപ്പോ കരഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് റസൂലുള്ള പറഞ്ഞു, ഇത്തഖൂ അദാബൽ ഖബർ, നിങ്ങൾ ഖബറിലെ ശിക്ഷയെ ഭയപ്പെടണം. ഖബറിൽ പടച്ചോൻ കാത്തുവെച്ച ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾക്കത് സഹിക്കാനാവില്ല. നിങ്ങളത് കണ്ടാൽ നിങ്ങൾ നെഞ്ചുപൊട്ടി മരിച്ചു പോകും എന്നും പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി. 2 അടി നടന്നപ്പോഴേക്കും ഹബീബായ പ്രവാചകന്റെ തലക്ക് വല്ലാത്ത കനം, തലക്ക വേദനിക്കാൻ തുടങ്ങി. തല പൊട്ടിപ്പളരുന്നത് പോലെ അനുഭവപ്പെട്ടു. 2 കൈ കൊണ്ടും അള്ളാന്റെ റസൂല് തല പൊത്തിപ്പിടിച്ച് കുനിഞ്ഞിരുന്നു. കണ്ട സഹാബത്ത് മുണ്ടുകൊണ്ടുവന്ന് റസൂലുള്ളാന്റെ നെറ്റിയിൽ വരിഞ്ഞു കെട്ടി. റസൂലുള്ള തല വേദനിക്കുന്നു എന്ന് വീണ്ടും സങ്കടം പറഞ്ഞപ്പോ എങ്ങനെയൊക്കെയോ ഭാര്യയുടെ വീട്ടിലേക്ക് എത്തിച്ചു. ആ ഭാര്യയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന തിരുദൂതൻ വീണ്ടും കാണാൻ വന്ന ഭാര്യമാരോട് ചോദിച്ചു, അയിനവദൻ, നാളെ ഞാൻ എവിടെയാ? എന്നെ നിങ്ങൾ കൊണ്ടുപോകണം. സ്ഥിരം വരുന്ന എനിക്ക് ഇനി നിങ്ങൾ അടുത്തേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. സഹാബാക്കൾ ഒരുമിച്ചുകൂടി, ഭാര്യമാരും ഒരുമിച്ചുകൂടി ഒരു തീരുമാനമെടുത്തു. മദീന പള്ളിയോട് വേഗം പോയി വരാൻ
അള്ളാന്റെ ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടം ആയിഷാന്റെ വീടായിരിക്കും. അതുകൊണ്ട് ആയിഷാന്റെ വീട്ടിൽ കിടത്താം. പിന്നീട് 29 മുതൽ സഫർ 29 മുതൽ മരിക്കുന്ന അന്ന് വരെ അള്ളാന്റെ റസൂൽ ആയിഷ ബീവിന്റെ മടിയില. പല സമയത്തും റസൂലുള്ള ചോദിച്ചിട്ടുണ്ട് ആയിഷ മറ്റുള്ളവർക്ക്. ആയിഷ ബീവി പറഞ്ഞു, റസൂലേ അവർക്ക് സമ്മത, കാരണം താങ്കൾക്ക് പള്ളിയിലേക്ക് എളുപ്പം പോയി വരാമല്ലോ. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ദിവസവും എത്രയേറെ വയ്യാതായിരുന്നിട്ടും അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് എത്തും. മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് ശനിയാഴ്ചയാണ് അവസാനമായി പള്ളിയിലേക്ക് എത്തുന്നത്. അഥവാ റബീഉൽ അവ്വൽ 9ാമത്തെ ദിവസം. നമ്മൾ പറയുന്ന ഇന്നത്തെ ദിവസം കണക്കനുസരിച്ച് മദീന പള്ളിയിൽ വന്ന് സഹാബത്തിന്റെ കൂടെ ഇശാ നമസ്കരിക്കും. നമസ്കരിച്ച് സലാം വീട്ടി സഹാബത്തിനോട് ചില ഉപദേശങ്ങൾ കൊടുക്കും. സഹാബത്തെ, അള്ളാന്റെ അടിമക്ക് ദുനിയാവും ആഖിറവും കാണിച്ചു കൊടുത്തു. ആ അടിമനോട് എന്തെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആ അടിമ ആഹാരം തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടത് മനസ്സിലായ സിദ്ദീഖുൽ അക്ബർ കരയുമ്പോ റസൂലുള്ള ആശ്വസിപ്പിക്കും. എന്നിട്ട് സഹാബാക്കളോട് സലാം പറഞ്ഞ് 2 സഹാബത്തിന്റെ തോളിൽ കൈയിട്ട് അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് മടങ്ങും. അന്ന് സഹാബത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. തിരിഞ്ഞു നടക്കുന്ന റസൂലുള്ള മദീന പള്ളിയുടെ മുറ്റത്ത് വെച്ച് പള്ളി ഒന്ന് നോക്കിയപ്പോ റസൂലിന്റെ കണ്ണു നിറയുന്നത് ഞങ്ങൾ കണ്ടു. കാരണം ഒരു കാലത്തൊന്നുമില്ലാതെ കയറി വന്ന മദീനയിൽ ജനങ്ങളുടെ സപ്പോർട്ടോടെ അള്ളാഹ്ക്ക് വേണ്ടി നിർമ്മിച്ച റൗള ഷരീഫ് റസൂലുള്ളാന്റെ പള്ളിയിൽ നിന്നും യാത്ര ചോദിക്കുന്ന പ്രവാചകന്റെ മുഖം കണ്ടപ്പോ ഞങ്ങൾക്ക് സഹിച്ചില്ല എന്ന് സഹാബത്ത് കണ്ണുനീരോടെ പറയുന്നുണ്ട്. ആ ദിവസവും കഴിഞ്ഞു. പിറ്റേന്ന് ഞായറാഴ്ചത്തെ ദിവസം നേരം വെളുത്തു. റസൂലുള്ളാന്റെ ശരീരം പല ഭാഗവും തളർന്നു വീഴാൻ തുടങ്ങി. ഈത്തപ്പന ഓലയിൽ തളർന്നു കിടക്കുന്ന റസൂലുള്ളാന്റെ ശരീരത്തിന്റെ അവസ്ഥ കണ്ടപ്പോ സഹാബാക്കൾക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തോന്നുന്നില്ല. പലരും വീട്ടിന്റെ ചുറ്റും കൂടി നിന്നു. മദീന ഒന്നാകെ കരയുകയാണ്. വിവരമറിഞ്ഞ് പല ഭാഗത്തു നിന്നും സഹാബത്ത് വരുന്നുണ്ട്. മക്കയിൽ നിന്നും വലിയൊരു സംഘം മദീനയിലേക്ക് പുറപ്പെട്ടു. ഹബീബായ തങ്ങളുടെ രോഗമാണെന്നറിഞ്ഞപ്പോ റബീഉൽ അവ്വലിലെ തുടക്കം മുതൽ അവര് യാത്രയില മദീനയിലേക്ക് എത്താൻ. ഇന്ന് ചിലർ പറയുന്നത് പോലെ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ജന്മദിനമാണെന്നതിന് ലോകത്ത് പ്രബലമാക്കപ്പെട്ട ഒരു തെളിവുമില്ല. പക്ഷെ ഒരു തെളിവുണ്ട്, റസൂലുള്ളാന്റെ മരണം സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ്. അതിന് തർക്കമില്ല. അതിലൊരാളും തർക്കം പറഞ്ഞിട്ടുമില്ല. ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന് തെളിവ് ആളുകൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ മരിച്ചതമ്മ മദീന കരയുകയാ. ഓരോരുത്തരും മദീന ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ വഴിവക്കത്തുള്ള പലരും ആ മദീനയിലേക്ക് പുറപ്പെടുകയാ. ഓരോരുത്തരും പരസ്പരം കണ്ണുനീരില. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്, പല ഉമ്മമാരും തേങ്ങുന്നുണ്ട്. ഓരോരുത്തരും മദീനയിലേക്ക് എത്താൻ തുടങ്ങി. അഥവാ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞായറാഴ്ച അള്ളാന്റെ റസൂലിന്റെ കയ്യിലുള്ള ഒരു ഭൃത്യനെ റസൂലുള്ള മോചിപ്പിച്ചു. നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള 7 ദീനാർ, ആ ദീനാർ എടുത്ത് പാവപ്പെട്ടവർക്ക് വീതിച്ചു. അന്ന് നേരം രാത്രിയായപ്പോ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ആയിഷ ബീവി ചോദിച്ചു, റസൂലെ ഞാൻ എന്ത് ചെയ്യും? ആയിഷ, നീ അയൽപ്പക്കത്തു നിന്നും കടം വാങ്ങണം. മരിക്കുന്ന റസൂലുള്ളാന്റെ പടയങ്കി മുൻപെപ്പോഴോ 30 സ്വാ ഭക്ഷണത്തിന് വേണ്ടി ഒരു ജൂതന്റെ അടുത്ത് പണയത്തില. 30 സ്വാ എന്ന് പറഞ്ഞാൽ 30-ലധികം പിടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി പ്രവാചകൻ പണയപ്പെടുത്തിയതാ. ആ ചരിത്രം പറയുന്ന പഠിക്കുന്ന നമ്മൾക്ക് എങ്ങനെയാ മനുഷ്യരെ വയറ് നിറച്ച് തിന്നാത്ത റസൂലുള്ളാന്റെ ആ 13 ദിവസത്തെ മരണത്തിനിടയിൽ മൂക്കുമുട്ട ചോറ് തിന്നാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ആ ദിവസം ആഘോഷിക്കാൻ പറ്റുക? എങ്ങനെയാ നമ്മൾ അന്ന് ജനങ്ങളെ വിളിച്ചു വരുത്തി പോത്തിറച്ചിയും വിരിഞ്ചിച്ചോറും നെയ്ച്ചോറും വിളമ്പി ആഘോഷിക്കുന്ന രാവാക്കി മാറ്റാൻ പറ്റുക? വയറ് നിറച്ച് തിന്നാൻ അള്ളാന്റെ റസൂലിന് സാധിച്ചിട്ടില്ല. മരിക്കുന്നതിന്റെ തലേന്നും പ്രവാചകന് കാരക്കയും പച്ചവെള്ളവുമാ ഭക്ഷണമായി ആയിഷ ബീവി കൊടുത്തത്. അന്നും കഴിച്ചു. പിറ്റേന്ന് നേരം വെളുത്തു. മരണപ്പെടുന്ന ദിവസം സൂര്യൻ അതിന്റെ ചൂട് കാണിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന് ശ്വാസം മുട്ടലും തുടങ്ങി. ആയിഷ ബീവി നേലുപോലെ കൂടെയുണ്ട്. റസൂലുള്ളാന്റെ തലയെടുത്ത് മടിക്കടത്തുമ്പോഴാ ഭൃത്യനും അഥവാ പരിചാരകനും വളർത്തുപുത്രനുമായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പല്ല് തേച്ചുകൊണ്ട് വരുന്നത്. ആയിഷ ബീവിന്റെ കണ്ണിലേക്ക് റസൂൽ ഒന്ന് നോക്കി. കാരണം ആ നോട്ടം കണ്ട ആയിഷ ബീവിക്കറിയാം
അള്ളാന്റെ റസൂൽ എന്താ ആഗ്രഹിക്കുന്നത്? അബ്ദുറഹ്മാനിന്റെ കയ്യിൽ നിന്നും ആ ഒരു കൊള്ളിക്കഷണം വാങ്ങി മറുകാവം ചവച്ച് റസൂലുള്ളാന്റെ പല്ല് തേപ്പിച്ചൊടുക്കും. ഹബീബായ തങ്ങൾ ഒരൽപ്പം ആശ്വാസത്തോടെ ഓരോരുത്തരെയായി അടുത്തേക്ക് വിളിക്കും. ആദ്യം മകള് ഫാത്തിമ ബീവിയെ. ചെവിയിൽ എന്തോ പറയും, ഫാത്തിമ കരയും. വീണ്ടും റസൂൽ എന്തോ പറയും, ഫാത്തിമ ബീവി ചിരിക്കും. പിന്നീട് ആയിഷ ബീവി ചോദിച്ചു, എന്താ ആദ്യം കരഞ്ഞതും പിന്നെ ചിരിച്ചതും? എന്റെ വാപ്പ പറഞ്ഞു, ഞാൻ പോവുക മോളെ, ഈ ലോകം കൊണ്ടച്ചേ പോവൂ, ഇന്ന് അവസാനിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു. പിന്നെ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ മടങ്ങിയാലും നിന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി നിന്റെ അടുത്തേക്ക് വരുന്നത് നീയായിരിക്കും. അത് കേട്ടപ്പോ എനിക്ക് സന്തോഷായി. 2 പേരക്കുട്ടികൾ അടുത്തേക്ക് വിളിച്ചു. ആൺമക്കളില്ലാത്തതിന്റെ വേദന അറിയാതെ അള്ള കൊടുത്ത 2 പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. 2 പേരെയും അടുത്ത് വിളിച്ചു. 2 പേരെയും ഉമ്മ കൊടുത്തു. ഭാര്യമാരെ അടുത്ത് വിളിച്ചു. ഓരോരുത്തരോടും വസിയ്യത്ത് കൊടുത്തു. നിങ്ങളോടുള്ള നീതി അത് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് വാങ്ങി. അപ്പോഴേക്കും റസൂലുള്ളാന്റെ ശരീരത്തിന് ചൂട് കൂടി വന്നു. പ്രവാചകന് ശ്വാസം മുട്ടല് തുടങ്ങി. ഒരു തോർത്തുമുണ്ടെടുത്ത് റസൂലുള്ള മുഖത്തേക്കിട്ടു. മുഖത്തൊന്ന് വലിച്ചു മാറ്റി. ആയിഷ ബീവി ആ വെപ്രാളത്തിനിടയിലും പ്രവാചകൻ എന്തോ മന്ത്രിക്കുന്നത് കേട്ടപ്പോ തന്റെ ചെവി ഒന്ന് വെച്ചു നോക്കി. അള്ളാന്റെ റസൂല് ആ വേദനക്കിടയിലും പറയുന്നത് എന്താ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. ജൂത ക്രൈസ്തവന്മാരെ അവരെ നിങ്ങൾ അനുകരിക്കരുത്. കാരണം അവരുടെ പ്രവാചകന്മാരോ പുണ്യന്മാരോ മരിച്ചാൽ അവരാ കബർ കെട്ടിപ്പൊക്കുമായിരുന്നു. ആ കബറിന്റെ അടുത്ത് അവർ ആഘോഷത്തിന് ചെല്ലുമായിരുന്നു. ആ കബറിൽ അവർ ഒരുക്കങ്ങൾ നടത്തുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും സഹാബത്തെ ജൂത ക്രൈസ്തവന്മാര് ചെയ്തതുപോലെ ലാ തജ്അൽ ഖബരി ഈദാ, നിന്റെ കബറിനെ നിങ്ങൾ അങ്ങനെ ആക്കരുതിട്ടോ, നിന്റെ കബറിനെ നിങ്ങൾ അങ്ങനെ ആക്കരുതിട്ടോ. അതേ മാസം അതേ 13 ദിവസം ലോകത്തുള്ള മുഴുവൻ കബറുകളും തോരണങ്ങൾ തൂക്കി ഒരുക്കപ്പെടുന്നു. എന്നാൽ പ്രവാചകന്റെ കബറുകൾ അലങ്കരിക്കപ്പെടുന്നില്ല. അതേ 13 ദിവസം കേരളത്തിലുള്ള മുഴുവൻ പള്ളികളും ബൾബുകളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇശൽ നൈറ്റുകളും ഭക്ഷണവും വാരി വതറുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ണുനീരോടെ റസൂല് പറഞ്ഞൊരു വാക്ക്, ലാ തജ്അൽ ഖബരി ഈദാ, നിന്റെ ഖബർ പോലും നിങ്ങൾ അങ്ങനെ മാറ്റരുത് കേട്ടോ. അസ്സലാത്ത്, ആയിഷ നിസ്കരിക്കാൻ പറയണം. ഞാൻ മരിച്ചെന്ന് കരുതി നിന്റെ പൊരെ തന്നെ കൂടിയിരിക്കരുത്. നിസ്കാരത്തിന്റെ സമയമാകുമ്പോ അവരോട് നിസ്കരിക്കാൻ പോകാൻ പറയണം. അരികിൽ നിന്നും അല്പം വെള്ളമെടുത്ത് മുഖം തടവി ആകാശത്തേക്ക് വിരൽ ചൂണ്ടി ഹബീബായ പ്രവാചകന്റെ അവസാനത്തെ വചനം ഇങ്ങനെയാ, അല്ലാഹുവേ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ഞാൻ വരികയാ റബ്ബേ, നീ നിന്റെ ശുഹദാക്കളുടെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നീ എന്നെ അങ്ങ് ചേർക്കണേ നാഥാ. ഇതും പറഞ്ഞു തീരുമ്പോഴേക്കും അള്ളാന്റെ റസൂലിന്റെ കൈവരടുകൾ നിലത്തെ ഈത്തപ്പനയിലേക്ക് കൈയടക്കം തല്ലിയലച്ചു വീണു. പ്രവാചകൻ മരിച്ചു എന്നറിഞ്ഞപ്പം സഹാബാക്കൾക്ക് സഹിക്കുന്നില്ല. വീട്ടിന്റെ പുറത്ത് കാത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഉമ്മ ആയിഷ, ഞാൻ എന്റെ റസൂലിനെ ഒന്ന് കാണട്ടെ. അകത്ത് കയറിയ റസൂലുള്ള ആയിഷ ബീവിന്റെ മടിയിൽ അങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുന്നത് കണ്ടപ്പോ ഉടനെ റസൂല് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ആരും ഭയപ്പെടരുത്, പ്രവാചകൻ മരിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് മരിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂല് വഫാത്താവൂല. അള്ളാന്റെ പ്രവാചകൻ മൂസാ നബി പോയതുപോലെ അള്ളാന്റെ അടുത്തേക്ക് പോയതാ. റസൂല് മടങ്ങി വരും. അള്ളാന്റെ റസൂല് നമ്മളോടൊപ്പം ഉണ്ടാകും. അള്ളാന്റെ പ്രവാചകനെ പറ്റി സഹാബത്തിന്റെ മുൻപിൽ കണ്ട ഉമർ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ സഹാബത്തിനൊരാശങ്ക, റസൂല് മരിച്ചിട്ടില്ലേ? ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ ഓടി വന്നു, അകത്തേക്ക് കയറി അള്ളാന്റെ റസൂലിന്റെ ആ മയ്യത്തിന്റെ അരികിൽ ചെന്ന് 2 കണ്ണിന്റെ നടുവിലും ഉമ്മ കൊടുത്തു 2 തവണ. എന്നിട്ട് പുറത്തേക്ക് വന്ന് മരിച്ചിട്ടില്ലെന്ന് വാശി പിടിക്കുന്ന ഉമറിനോട് ചോദിച്ചു, ഉമർ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ? വമാ മുഹമ്മദുൻ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാ. മുഹമ്മദിനെ പോലെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ മരിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മുഹമ്മദിനോട് പറഞ്ഞതും നീ കേട്ടിട്ടില്ലേ ഉമർ? ഇന്നക മയ്യിത്തുൻ, മുഹമ്മദേ പ്രവാചക, താങ്കളും മരിക്കും. വഇന്നഹും മയ്യിത്തൂൻ, മുൻഗാമികളിൽ പലരും പ്രവാചകന്മാരിൽ പലരും മരിച്ചിട്ടുണ്ട്, എല്ലാവരും മരിച്ചതാ, അതുകൊണ്ട് നീയും മരിക്കും മുഹമ്മദേ എന്ന് അല്ലാഹ് പറഞ്ഞത് ഓർമ്മല്ലേ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ണീരോടെ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ, സഹിക്കാൻ പറ്റണില്ല.
അള്ളാന്റെ റസൂൽ വഫാത്തായി എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. സമ്മതിച്ചേ മതിയാകൂ. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചെങ്കിൽ അവൻ എന്നെന്നും നിലനിൽക്കും. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മരിച്ചു കിടക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ചരിത്രം അവസാനിക്കുന്നത്. അതിനുശേഷം വീണ്ടും സഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പ്രവാചകന്റെ അനുയായികൾ ജീവിച്ചിട്ടുണ്ട്. അവരെന്തേ ചെയ്തത്? അടുത്ത കൊല്ലം ഹിജ്റ 11 അവര് ചെയ്തത് റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും മദീന പള്ളി അലങ്കരിച്ചോ? ആരെങ്കിലും പ്രവാചകന്റെ പേരിൽ മൗലൂദ് പാടിയോ? ആരെങ്കിലും പ്രവാചകന്റെ ജന്മദിനം അല്ലെങ്കിൽ വഫാത്തിന്റെ ദിവസം ആണ്ടായി ആഘോഷിച്ചോ? ആദ്യത്തെ 300 കൊല്ലം ഹിജ്റ 300 വരെ അങ്ങനെ ഒരു സമ്പ്രദായമേ ഇസ്ലാമിക ലോകത്തില്ല. കാരണം അവരൊരു പ്രവാചകനെ സ്നേഹിച്ചത് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഒരൊറ്റ വാക്കിനനുസരിച്ച തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു ബഅദമാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂൽ. ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്ന 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അതൊന്ന് അള്ളാന്റെ ഖുർആനും രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ജീവിതചര്യയുമാ. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടില്ല. അതാണ് പ്രവാചക സ്നേഹം. അങ്ങനെയാ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. അല്ലാതെ ജീവന്റെ പ്രാണനേക്കാൾ സ്നേഹിച്ച ആ സഹാബത്ത് കൺമുൻപിൽ ആ മരണം കണ്ടിട്ടും ഹിജ്റ 300 വരെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഒരു പ്രത്യേക ഇബാദത്തുകളോ കർമ്മങ്ങളോ അവർ നിർവഹിച്ചിട്ടില്ല. പ്രവാചകനെ അവർ സ്നേഹിച്ചത് റസൂലുള്ള ജീവിതത്തിലേക്ക് കാണിച്ചു കൊടുത്ത അതേ മാതൃകയിലായിരുന്നു. അള്ളാന്റെ റസൂൽ മരണപ്പെട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മദീന പള്ളിയിൽ ഒരു പുതിയ ആചാരം സഹാബത്ത് കണ്ടു. സഹാബത്ത് പള്ളിയിൽ വരും, സുബ്ഹാനല്ലാഹ് ചൊല്ലും, ഒരു കല്ലെടുത്തു വെക്കും. രണ്ടാമത്തെ സുബ്ഹാനല്ലാഹ് ചൊല്ലും, കല്ലെടുത്തു വെക്കും. കണ്ട ഉടനെ ചിലർ അന്നത്തെ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ കൂടെ കൂടുതൽ കാലം ജീവിച്ച അബൂ മൂസൽ അശ്അരിയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, അബൂ മൂസൽ അശ്അരി, മദീന പള്ളിയിൽ ഒരു പുതിയ ആചാരം കണ്ടു, ദിക്ർ ചൊല്ലുമ്പോൾ കല്ലെടുത്തു വെക്കുക. അദ്ദേഹം വീട്ടിൽ നിന്ന് ഓടിക്കതച്ച് മദീന പള്ളിയിൽ വന്ന് ഇവർക്ക് എണ്ണിക്കൂട്ടി വെക്ക. ഓരോ കല്ലുകളും കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾക്ക് നാശം. അള്ളാന്റെ റസൂൽ മണ്ണോട് ചേർന്നിട്ടില്ല, പ്രവാചകൻ കുടിച്ച പാത്രങ്ങൾ പൊട്ടിയിട്ടില്ല, റസൂലുള്ള ഉപയോഗിച്ച വസ്ത്രം പോലും നുരുമ്പിയിട്ടില്ല. അതിന്റെ ഇടക്ക് റസൂല് പഠിപ്പിക്കാത്ത പുതിയൊരു കാര്യം കൊണ്ടുവരികയാണോ നിങ്ങള്? ആരാ ദിക്ർ ചൊല്ലുമ്പം കല്ലിന്റെ എണ്ണം പിടിക്കാൻ വേണ്ടി പറഞ്ഞ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ സഹാബത്ത് റസൂലിനെ സ്നേഹിച്ചത്. അതാ പ്രവാചക സ്നേഹം. അതേ റസൂലുള്ള പഠിപ്പിക്കാത്ത എത്രയെത്ര ആചാരങ്ങൾ മതത്തിന്റെ പേരിൽ ചിലർ കാണിച്ചു കൂട്ടി. അതിലേറ്റവും പ്രബല സ്ഥാനത്ത് നിൽക്കുന്നതാ മീലാദുൻ നബി, മൗലൂദ്, പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്ന 15 ദിവസം. മദീന കരഞ്ഞ നിമിഷം, സഹാബത്ത് നെഞ്ചുപൊട്ടി കരഞ്ഞ നിമിഷം, ഓരോ ഉമ്മമാരും വാവിട്ട് കരഞ്ഞ ദിവസം. നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ ലക്ഷങ്ങളുടെ മോടികളിലാ, 10,000ന്റെ വാടകകളിലാ അലങ്കരിച്ച് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ ക്രിസ്തുമസിന് ആളുകൾ സ്റ്റാർ തൂക്കിയതുപോലെ, അല്ലെങ്കിൽ ദീപാവലിക്കും വിഷുവിനും പടകങ്ങൾ പൊട്ടിച്ചു തീർത്തതുപോലെ മുസ്ലിം പള്ളികളിലും കുടുംബങ്ങളിലും ഒരു മീലാദിന്റെ ബൾബ്, മീലാദിന്റെ സ്റ്റാർ വെറൈറ്റികളായ പച്ചക്കോലത്തിൽ വരാൻ തുടങ്ങി. നഊദു ബില്ലാഹ്, തറക്തു ഫീക്കും. 2 കാര്യം മുറുകെ പിടിച്ചാൽ അതാണ് പ്രവാചക സ്നേഹം. ഈ കാണിക്കുന്നതല്ലെന്ന് ഏതൊരാൾക്കും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലക്ക് റസൂലുള്ളാഹിനെ ഹൃദയം കൊണ്ട് കർമ്മം കൊണ്ട് സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.